രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ബലാത്സംഗ കേസിൽ പോലീസിന് കനത്ത തിരിച്ചടി സമ്മാനിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. തന്റെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന രാഹുലിന്റെ വാദം ഇതാ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കേസിൽ രാഹുലിന് ജാമ്യം അനുവദിച്ച കോടതി കേസ് അന്വേഷണ സംഘത്തിനെ കണക്കിന് വിമർശിക്കുന്നുണ്ട്. ആദ്യമായി ഉയർന്നു വന്ന പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിച്ചാൽ രാഹുൽ തെളിവ് നശിപ്പിക്കുമെന്ന അതിജീവിത കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇത് ഹൈക്കോടതി തള്ളി. ഇതിനെ ചോദ്യം ചെയ്ത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് രാഹുൽ കോടതിയിൽ വാദിച്ചു. പിന്നാലെ രാഹുലിന്റെ വാദം ശരിവെച്ച കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. രാഹുലിന്റെ വാദം ശരിവെച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നേയുള്ളൂ, കേസ് കെട്ടിച്ചമച്ചതാണ്. ഇതോടെ 3 കേസുകളും ഇപ്പോൾ തള്ളുമെന്ന നിലയിലാണ് നിൽക്കുന്നത്. ചില ഉപാധികൾ രാഹുലിന് മുന്നിൽ ഹൈക്കോടതി വെച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറണം. ഫെബ്രുവരി 16-ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം കേരളം വിട്ടുപോകരുതെന്നും രാഹുലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ 2ാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യവും 3ാം ബലാത്സംഗ കേസിൽ ജാമ്യവും രാഹുലിന് ലഭിച്ചിരുന്നു. ഇതോടെ രാഹുലിനെതിരെ പോലീസ് എടുത്ത 3 പീഡന കേസിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ചില ചോദ്യങ്ങൾ സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. 2 കൂട്ടരും സമ്മതത്തോടെ പുലർത്തിയിരുന്ന ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നായിരുന്നു വനിതാ നേതാക്കൾ ഉൾപ്പെടെ ചോദിച്ചത്. പിന്നീട് ഒരാൾ മറ്റൊരാളുടെ ശത്രുവാകുമ്പോൾ ചെയ്തതെല്ലാം കുറ്റകൃത്യങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ സംഭവിച്ചത് ഇത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇക്കാര്യം ഹൈക്കോടതിയും അടിവരയിട്ട് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സർവത്ര സ്വതന്ത്രനാവുകയാണ്. രാഹുൽ വിഷയത്തിൽ നേരത്തെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചാണ് കോടതി പ്രതികരിച്ചത്. അവിവാഹിതനായ ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിൽ നിയമപരമായി എന്താണ് തെറ്റുള്ളതെന്ന് കേരള ഹൈക്കോടതി ചോദിക്കുമ്പോൾ ഇത്രയും നാൾ ജയിലറയ്ക്കുള്ളിൽ അകപ്പെട്ട രാഹുലിന് നീതിയുടെ കിരണം നീതിപീഠം വെച്ച് നീട്ടുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം വന്നത്. രാഹുലിന് മാത്രമല്ല, സ്ത്രീകളുടെ കള്ളപ്പരാതിയിൽ എന്നേക്കുമായി ഉള്ളറകളിൽ തള്ളപ്പെട്ട 100 കണക്കിന് ആളുകൾക്ക് ഈ വിധി ആശ്വാസം പകരും. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനാണെന്നും ഉഭയസമ്മതപ്രകാരം അയാൾക്ക് എത്ര ബന്ധങ്ങളും ഉണ്ടാകാം, അതിൽ എന്താണ് തെറ്റെന്നും ഹൈക്കോടതി ചോദിക്കുമ്പോൾ ഇനി ഈ കേസിലെ നിയമ നടപടികൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാഹുലിനെ രാഷ്ട്രീയപരമായി അവസാനിപ്പിക്കാനുള്ള പിണറായി വിജയന്റെ പോലീസിന് കിട്ടിയ കനത്ത അടിയാണ് ഈ ഇടപെടൽ എന്നും കാണാൻ സാധിക്കും. ഇനി രാഹുലിനെ പൂർണ്ണമായും വെറുതെ വിടുന്ന നാളുകൾക്കായുള്ള കാത്തിരിപ്പ് മാത്രമാണ് മുന്നിലുള്ളത്. നിലവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം 2 സ്ത്രീകൾ ഇയാൾക്കെതിരെ ബലാത്സംഗ ആരോപണങ്ങളുമായി 2 പരാതികൾ കൂടി നൽകിയിട്ടുണ്ട്. ഇതൊരു ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതോടെയാണ് കോടതി ചില പരാമർശങ്ങൾ നടത്തിയത്. ജസ്റ്റിസ് കൗസർ എടവകത്തിന്റെ ബെഞ്ചാണ് ആദ്യം കേസ് പരിഗണിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ FIR-കൾ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കാനാകില്ലെന്ന് കോടതി അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാ കേസുകളും FIR ഘട്ടത്തിലാണല്ലേ എന്ന് ചോദിച്ച ഹൈക്കോടതി ഒരു കേസിൽ പോലും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. നിയമപരമായ നടപടിക്രമം അനുസരിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം പോരാ, കുറഞ്ഞപക്ഷം അന്തിമ റിപ്പോർട്ടെങ്കിലും ഉണ്ടായിരിക്കണമെന്നും പോലീസിനെ നിർത്തിപ്പൊരിച്ച് ഹൈക്കോടതി ചോദിച്ചു. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു. ഇതാണ് കോടതിയെ കട്ടക്കലിപ്പാക്കിയ വാചകം. ഒരാൾ ഉഭയസമ്മതത്തോടെ എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നും ഇക്കാരണത്താൽ ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും കോടതി മറുപടി നൽകിയതോടെ സർക്കാരിന്റെ പത്തി താഴുകയായിരുന്നു. കേസുകൾ കോടതി റദ്ദാക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങാനുള്ള സാഹചര്യവും സംജാതമാണെന്ന് കാണാൻ സാധിക്കും.